അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുത്തു. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് BJPയും LDFും റോഡ് ഷോ നടത്തി. 45 മീറ്റർ വീതി, 18.6 കിലോമീറ്റർ നീളം, 1500 കോടി രൂപ ചിലവ്, മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെ 6 വരി പാത. തലശ്ശേരി മാഹി ബൈപ്പാസ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. സ്ഥലമേറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ കാണിച്ച ഇച്ഛാശക്തിയാണ് പാത യാഥാർത്ഥ്യമാക്കിയതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെയും മുഹമ്മദ് റിയാസ് അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. വളരെ പോസിറ്റീവായി കണ്ട ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിക്കാനും നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്ത കേന്ദ്ര സർക്കാർ നയിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കേരളത്തോട് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ AN ഷംസീറും പുതിയ പാതയിൽ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര നടത്തി. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ BJPയും CPIഎമ്മും തമ്മിൽ രാഷ്ട്രീയ വടംവലിയും ആരംഭിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും NDA സ്ഥാനാർത്ഥികളും കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജനും ബൈപ്പാസിലൂടെ റോഡ് ഷോ നടത്തി. അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി മുഴപ്പിലങ്ങാട് നിന്നും വടകരയിലേക്ക് എത്താൻ യാത്രക്കാർക്ക് 18 മിനിറ്റ് മാത്രം സമയം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ഉർവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.